السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي. സ്നേഹാദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, വയനാട് ജില്ലയിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സിയാസ. റബീഇനോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് പ്രിയ വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. അതിന്റെ ഭാഗമായി പ്രവാചകത്വത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹ്രസ്വമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അള്ളാഹു ഹബീബിനോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രശ്നകലുഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് ജനിച്ചു വീഴുന്നത്. അടിയും മറ്റു അനാചാരങ്ങളുമായി കൂടിക്കലർന്നിരുന്ന സമൂഹമായിരുന്നു അവരുടേത്. അവിടെ 40 വർഷത്തോളം അൽ അമീൻ എന്ന വിശ്വസ്തയോടുകൂടെ നബി തങ്ങൾ ജീവിച്ചു വരികയാണ്. പിന്നീടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് മാലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആദ്യ അവതീർണം പ്രവാചകനെ ഓതി കേൾപ്പിക്കുന്നത്. അത് തന്റെ സമൂഹത്തിൽ വന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ മുതലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ നിഷേധിക്കാൻ തുടങ്ങുന്നത്. ബഹുമാന്യരായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രചരണവുമായി ഖുറൈശികളെ സമീപിച്ചപ്പോൾ അവരിൽ നിന്ന് പ്രമുഖരെ കണ്ട സമയത്ത് പലരും നബിയെ പല രീതിയിൽ കളിയാക്കി ആക്ഷേപിച്ചു. അവിടെ അബൂജഹൽ നബിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ നീ കൊണ്ടുവന്ന മതത്തെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. അവിടെയാണ് പ്രവാചകത്വത്തെ അവർ നിഷേധിക്കുന്നത് എന്ന വലിയൊരു സത്യം നിലനിൽക്കുന്നത്. അത് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിന് ശേഷം ഓറിയന്റലിസത്തിന്റെ കടന്നുവരവോടുകൂടെ മറ്റു നിരീശ്വരവാദികളുടെ ഇടിച്ചുകയറ്റത്തോടുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തുടർച്ചയാണ്. ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ വിശകലനം നടത്തേണ്ടതുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണോ അല്ലയോ എന്നതിന്റെ ചെറിയ രീതിയിൽ പരിശോധന നടത്തുമ്പോൾ അതിന് നമുക്ക് ഈ ലോകം ഒന്നുമില്ലായ്മയിൽ നിന്ന് അത് മറ്റു പലതും ആയിത്തീർന്നതും ഇത്രയും സജ്ജമായ രീതിയിൽ മുന്നോട്ട് പോവാനുമൊക്കെ കാരണം അതിനൊരു ഉണ്മയുണ്ടാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അവസാനത്തെയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകത്വം നിഷേധിക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ പ്രവാചകൻ അവിടെ വാദിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു പറയുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് പ്രവാചകത്വത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ആയത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിലെ അവസാനം നമ്മൾ ഓതാറുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഞാൻ നിങ്ങളെ പോലത്തൊരു മനുഷ്യനാണ്. യുഹ ഇലയ്യ, എന്നിലേക്ക് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം എത്തിയിരിക്കുന്നു. ഇവിടെയാണ് പലർക്കും പല രീതിയിലുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാകാൻ ഇടയായി വരുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂക്തത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അള്ളാഹു നബിത്തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നബിത്തങ്ങൾ മൊഴിഞ്ഞിട്ടില്ല. ഖുർആനിക സാക്ഷ്യമാണ്. ഖുർആൻ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കേണ്ട ആളുകളാണ്. ഇനി മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിശുദ്ധമായ ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നു, അദ്ദബനി റബ്ബി, എന്നെ മര്യാദ പഠിപ്പിച്ചത് എന്റെ രക്ഷിതാവാണ്. ഫഅഹ്സിൻ തഅദീബി, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന്. മറ്റു പ്രവാചകന്മാരുടെയും അവരുടെ മുൻകാല ചരിത്രങ്ങളെയും പഠിപ്പിച്ചു തരുന്ന ഇബ്നു ഇസ്ഹാഖിന്റെയും ഇബ്നു ഹിഷാമിന്റെയും ഒക്കെ സീറകൾ, അതിലുമൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ
മറ്റു പ്രവാചകന്മാരെ കുറിച്ചുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്തും പ്രവാചകത്വത്തെ പലരും നിഷേധിക്കുമ്പോൾ കുറഞ്ഞ രീതിയിൽ അവരോട് ബോധ്യപ്പെടുത്തുക, അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മുടെ ഏവരുടെയും മുന്നിലുള്ളത്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുൻകാല ചരിത്രവും അദ്ദേഹം വാദിക്കുന്നതിന്റെ മുമ്പുള്ള സമയം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷം അവർക്കിടയിൽ ജീവിക്കുകയാണ്. വളരെ സത്യസന്ധനായി, ഏവർക്കും ഇഷ്ടപ്പെടുന്ന ആളായി, സ്വീകാര്യയോഗ്യമായ വ്യക്തിയായിക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. 40ാമത്തെ വയസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ഇഖ്റാഇന്റെ വരികൾ അള്ളാഹുവിന്റെ ഹബീബിന് ഓതി കൊടുത്ത് അത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചപ്പോഴായിരുന്നു ഇത് വിശ്വസിക്കാൻ കഴിയാതെ ഇത് നിഷേധിക്കുന്ന ആളുകൾ കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി തുടങ്ങിയിരുന്നത്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും അവരുടെ കാര്യങ്ങളും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതും. ബഹുമാന്യനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവ്യ സന്ദേശവുമായി ഖുറൈശികളുടെ അടുക്കലേക്ക് പോയപ്പോ അവിടുന്ന് അബൂജഹൽ പറയുന്നുണ്ട്, മുഹമ്മദിനെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, മുഹമ്മദ് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ്, പക്ഷേ മുഹമ്മദ് കൊണ്ടുവന്ന മതത്തെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാത്തത്. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് ഓരോന്നിന്റെയും കാതലായ കാര്യങ്ങൾ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. പിന്നീട് നബി അവിടുന്ന് ഭയവിഹ്വലനായി കൊണ്ട് തന്റെ പ്രിയതമയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ശരീരം മുഴുവനും വിറച്ചുകൊണ്ട് വിയർത്ത് അങ്ങനെയാണ് നബി തങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് നബി പനി അധികരിച്ചുകൊണ്ട് അവിടെ ഖദീജ ബീവി സമാശ്വസിപ്പിക്കുകയാണ്. അവിടെ ഖദീജ ബീവിയോട് ആശങ്ക പ്രകടിച്ചപ്പോ അവിടുന്ന് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ അള്ളാഹു കൈവിടുകയില്ല, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആളാണ്, സത്യസന്ധനായ ആളാണെന്ന് പറഞ്ഞ് നബിയുടെ സദ്ഗുണങ്ങൾ അവിടുന്ന് ഇങ്ങനെ എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നബിയെ ഈ പ്രവാചകത്വം വാദിക്കുന്നതിലൂടെ അത് കഴിഞ്ഞതെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ മറ്റുള്ളവർ മറ്റു വഴിയിലേക്ക് മാറ്റിവെക്കുകയാണ്. ഒരാൾ പ്രവാചകത്വം വാദിക്കണമെങ്കിൽ അത് അയാൾക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തി താല്പര്യമായിരുന്നുവെങ്കിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടെ അവർ അതിൽ നിന്ന് പിന്മാറുക എന്നത് അതിന്റെ പതിവാണ്. ഒന്നാമതായിട്ട് പലരും ഇത് നമ്മൾ പ്രവാചകൻ പറയുന്നത് കളവാണ് എന്നാണെങ്കിൽ ആ കളവിന്റെ ഒരു പരിധി കഴിയുമ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങളിലേക്ക് മാറി വഴുതി പോകാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം അവരോട് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് കൃത്യമായിട്ട് നമുക്കറിയാം. മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ പദവിയും അവരുടെ മറ്റു കാര്യങ്ങളും നേടിയെടുക്കുക എന്ന ലക്ഷ്യമുണ്ടാകും. അവിടെ നബിയുടെ കാര്യം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. ഇനി കപട നാട്യമാണെങ്കിൽ ആ നാട്യം എങ്ങനെയെങ്കിലുമൊക്കെ മറ്റു സമയങ്ങളിൽ അത് പൊളിഞ്ഞു പോവാറുണ്ട്. മായാജാലമാണെങ്കിൽ ആ മായാജാലവും ഇല്ലാതെയാവാൻ സാധ്യതകളേറെയാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. ഇവിടെ കപടനാട്യമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ എല്ലാവിധ കാര്യങ്ങളും മുന്നോട്ട് പറഞ്ഞു വച്ചിരുന്നു. മുഹമ്മദ്, നിനക്ക് വേണമെങ്കിൽ ഈ മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ വിവാഹം ചെയ്തു തരാം, നിനക്ക് ധനമാണ് വേണമെങ്കിൽ ഞങ്ങൾ അതെല്ലാം നിനക്ക് വേണ്ടി നൽകാം, പക്ഷെ നീ ഇതിൽ നിന്ന് പിന്മാറണം. ബഹുമാനരായ നബിയോട് അബൂ താലിബും വന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത്, എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്നായിരുന്നല്ലോ. അതിനകത്തം അത് കളവായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റു പദവികൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നബിക്ക് അതൊക്കെ സ്വീകരിക്കാമായിരുന്നു. 23 വർഷത്തെ നബിയുടെ ജീവിതം എത്ര ത്യാഗം നിർഭരമായതായിരുന്നു. മക്കയിൽ ജീവിച്ചു, അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി, കാടിന്റെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ വളരെ ത്യാഗത്തോടെ ജീവിക്കേണ്ടി വന്നു. പിന്നീട് അവിടെ നിന്നും നബി തങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, ത്വായിഫിന്റെ മണ്ണിലേക്ക് പോവുകയാണ്, അവിടെ നിന്ന് കല്ലേറുകൾ ഏറ്റുവാങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൗഹീദിന്റെ വചനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നതാണ് പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. നബി തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നബിക്ക് ലഭിക്കുമ്പോൾ സുഖമായിട്ട് നബിക്ക് അതിലൂടെ മുന്നോട്ട് പോകാമായിരുന്നു.
ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത്, നബിത്തങ്ങൾ മായാജാലക്കാരനായിരുന്നുവെങ്കിൽ ആ മായാജാലക്കാരിൽ പ്രഗത്ഭരായ ആളുകൾ അവിടെ മുന്നിലുണ്ടായിരുന്നു. അതിനവർക്ക് പൊളിക്കാനോ അതിനിടപെടാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിക വചനങ്ങൾ അവരുടെ മുന്നിലേക്ക് ഓതിക്കൊടുത്തപ്പോ ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആ കാലത്ത് സാഹിത്യ സാമ്രാട്ടുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി തങ്ങൾക്ക് ഇത് എന്റെ വചനമാണ്, ഞാൻ സാഹിത്യത്തിൽ നിപുണനാണ് എന്ന രീതിയിൽ സമർപ്പിച്ചിരുന്നുവെങ്കിൽ അന്ന് കഅബയുടെ ഭാഗങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അവരിൽ പല കവികളുടെ കൂട്ടത്തിലും തങ്കലിപികളാൽ ചേർത്ത് വെക്കപ്പെടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അവസരം നബി തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് വാസ്തവം. നബി തങ്ങൾ ഉമ്മിയായിരുന്നു എന്ന വലിയൊരു പ്രത്യേകതയാണ്. ജീവിതത്തിന്റെ 40 വർഷക്കാലത്ത് നബി തങ്ങൾ അവർക്കിടയിലെ വലിയ കവിയായിരുന്നില്ല, വലിയ പ്രഭാഷകനായിരുന്നില്ല, അവിടെ മുമ്പിൽ വാദാരോധ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നില്ല. എന്നിട്ടും വിശുദ്ധ ഖുർആനിക വചനങ്ങൾ മാത്രം നബി തങ്ങൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇനി ഖുർആനിന്റെ വീക്ഷണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് പറയുമായിരുന്ന വസ്തുവായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകത്വം ആ ഒരു മേഖലയിലേക്ക് ചുരുക്കപ്പെടുമായിരുന്നുവെങ്കിൽ, അവിടെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ മുന്നിൽ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം എന്തും പറയാമായിരുന്നു. പക്ഷെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, ആദ്യ വഹി ഇറങ്ങിയതിനു ശേഷം അവിടെ ഒരു ഇന്റർവെൽ ഉണ്ടാവുകയാണ്. മറ്റൊരു സമയത്തേക്ക് പിന്നീട് വരുന്നുണ്ട്. ബഹുമാനരായ മലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വരാതിരുന്ന സമയത്ത് ആശങ്കപ്പെടുന്നുണ്ട്, ഇനി വരില്ല, എനിക്ക് വഹി ലഭ്യമാവുകയില്ല എന്ന്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആകാശഭൂമികൾക്കിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യഥാർത്ഥ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയുകയാണ്, അങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വലിയൊരു സത്യം അവിടെ നിന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രവുമല്ല, നബി തങ്ങളുടെ അടുക്കലേക്ക് യഹൂദികൾ വന്നിട്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ ദുൽഖർനൈനിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആത്മാവിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ആ സമയം നബി സ്വന്തം കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നുവെങ്കിൽ, ഇങ്ങനെ അള്ളാഹുവിന്റെ ദിവ്യബോധനമല്ല പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ നബി തങ്ങൾക്ക് അവിടെ പലതും പറയാമായിരുന്നു. പക്ഷേ നബി തങ്ങൾ അവിടെ അവരോട് പറഞ്ഞു, കാത്തു നിൽക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി. യസ്അലൂനക അനി സഅതി എന്ന് തുടങ്ങുന്ന ആയത്തും യസ്അലൂനക അനിൽ ഖർനൈനി എന്ന് യസ്അലൂനക അനി സഅതി എന്ന് തുടങ്ങുന്ന ആയത്തും യസ്അലൂനക അനി റൂഹി എന്ന് തുടങ്ങുന്ന ആയത്തും അതോടൊപ്പം ദുൽഖർനൈനിയെ കുറിച്ചുള്ള സൂറത്തുൽ കഹ്ഫിലെ ആയത്തുകളുമൊക്കെ ഇറങ്ങിയതിനു ശേഷമായിരുന്നു അവർക്ക് മറുപടി കൊടുത്തിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന്, സ്വന്തം തോന്നലുകളിൽ നിന്ന് കാര്യങ്ങൾ അവിടെ മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത് എന്നത് പ്രവാചകത്വത്തിനുള്ള മറ്റൊരു വലിയ തെളിവിന്റെ ഒരു വശമാണ്. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പദവികളും മറ്റു അലങ്കാരങ്ങളും ആഡംബരവും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നുവെങ്കിൽ നബിക്ക് എന്നേ രക്ഷപ്പെടാമായിരുന്നു. ഖുറൈശി പ്രമുഖരിൽ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളായി മാറാമായിരുന്നു. ഇഷ്ടമുള്ള ആള് തന്നെയാണ്. പക്ഷേ അവിടെ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം നബി തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ചണ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുതപ്പ് വെച്ചതിലാണ് നബി തങ്ങൾ കിടന്നുറങ്ങുന്നത്. അത് 2 മടക്കായിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത്. ഇത് കണ്ട ഹഫ്സ ബീവിക്ക് സങ്കടമായി. അത് 4 മടക്കാക്കി വെച്ച് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ നബിക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ നബി അതിൽ നിന്ന് കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ബീവി ഹഫ്സയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ എനിക്ക് ആ ചണയിൽ നീ വല്ല മാറ്റവും വരുത്തിയിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ 4 മടക്കാക്കി അന്നൊക്കെ ഉറങ്ങാൻ സുഖത്തിന് വേണ്ടി ചെയ്തിരുന്ന ഹബീബെ എന്ന് പറഞ്ഞപ്പോ നബി അവിടെ മറുപടി കൊടുത്തത്, അങ്ങനെ കിടന്നുറങ്ങിയാൽ തഹജ്ജുദ് നമസ്കാരത്തിന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗത്തോടു കൂടെ, സുഹൃദോടു കൂടെ പരിത്യാഗിയായി ജീവിക്കുകയാണ്. ഇങ്ങനെ നുബുവത്തിന്റെ ഒരു ലക്ഷ്യത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നബി തങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോവേണ്ട കാര്യമില്ലല്ലോ.
അവിടെയാണ് ഇവിടെ നുബുവത്തിന്റെ കൃത്യമായ ബോധനം നമുക്ക് നൽകി വരുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്നതിന് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതായിരുന്നു പിന്നീട് ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ മുഴുവനും നബിയെ ഒറ്റപ്പെടുത്താനുണ്ടായിരുന്ന ഏറ്റവും വലിയ കാരണം. ഇനി ആ 40 വർഷത്തിന്റെ മുമ്പുള്ള അവസ്ഥയെ നമ്മൾ പറഞ്ഞു. അവർ അൽ അമീൻ എന്ന് നബിയെ പേരിട്ട് വിളിച്ചു. അവർ നബി തങ്ങളെ വിശ്വസിച്ചു. അവരുടെ അമാനത്തായിരുന്ന സ്വത്തുക്കൾ നബി തങ്ങളെ ഏൽപ്പിച്ചു സൂക്ഷിപ്പുകാരനായിക്കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഒരു തരി വിശ്വാസം പോലും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് വെക്കാൻ ആര് ഉണ്ടാകുമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ യഥാസ്ഥാനത്തേക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷത്തോടു കൂടെ ആ ഖുറൈശി പ്രമുഖർ മുഴുവനും സ്വീകരിച്ചതും പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രകാരം ഓരോ ഭാഗങ്ങളിൽ പിടിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് അതിന്റെ യഥാർത്ഥ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചതും. എന്നാൽ അവർക്ക് സ്വീകരിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ, നബി കളവ് പറയുന്ന ഒരാളായിരുന്നുവെങ്കിൽ, വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ലായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. നബി എന്നതിലുപരിയായിക്കൊണ്ട് മുഹമ്മദ് എന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയിൽ നിന്നുപരിയായിക്കൊണ്ട് അവർക്ക് പ്രവാചകൻ പറയുന്ന അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന വാസ്തവമായിരുന്നു. നബിക്ക് വലിയ ധനാഢ്യയായ ഭാര്യ ഉണ്ടായിരുന്നുവല്ലോ, ബിബി ഖദീജ റളിയല്ലാഹു അൻഹ. അവരോട് കൂടെ ജീവിക്കുന്ന സമയത്തും നബി എത്ര മൃദുലമായ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. നബിക്ക് സമ്പത്തിന്റെ ആധിക്യത്താൽ എത്രയോ ഉന്നതിയിലൂടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചത്. പ്രവാചകന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ 40 വയസ്സിന് ശേഷം നബി പറഞ്ഞ തൗഹീദിന്റെ വചനത്തെ അംഗീകരിക്കാതെ നിൽക്കുക ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖുറൈശികളും ശത്രുക്കളും അതിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി തങ്ങളെ കളവാക്കിയിരുന്നുവെങ്കിൽ, അതുപോലെ കാപട്യക്കാരനായിട്ട് അവർ കണ്ടിരുന്നുവെങ്കിൽ, മായാജാലക്കാരനായിട്ട് കണ്ടിരുന്നുവെങ്കിൽ, ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും തെളിവുകൾ സഹിതം അല്ലെങ്കിൽ അതൊന്നും പ്രൂവബിൾ ആയിക്കൊണ്ട് അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയിൽ ഉപരിയായിക്കൊണ്ട് അവർ അംഗീകരിക്കാതിരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇതാണ് ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൗഹീദിന്റെ വചനം ഏറ്റെടുത്തപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയാണ് ചെയ്തത്. ഖുറൈശികളിൽ നിന്ന് തന്നെ പ്രമുഖരിൽപ്പെട്ട ഉത്ബത്ത് നബി തങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ കേട്ട് പിന്നീട് അബൂജഹലിന്റെ അടുത്ത് വന്നിട്ട് അതിന്റെ മാസ്മരികതയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് അവര് പ്രതികരിച്ചത് സാഹിറുൻ എന്നായിരുന്നു. അത് സിഹിർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ സംഭവിച്ചത് എന്ന്. എന്നാൽ ഖുർആനിക മാസ്മരികതയിൽ അവിടെ ഉത്ബത്ത് ലയിച്ചു ചേർന്ന ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ കൃത്യമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. 40 വയസ്സിന് ശേഷം മാത്രം അവർ ചരിത്രത്തെ അല്ലെങ്കിൽ നബിയിലുള്ള വിശ്വാസത്തെ എന്നതിനപ്പുറം കൊണ്ടുവന്നതിന് മാറ്റുകയാണ് ചെയ്തത്. അവിടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലൂടെ അള്ളാഹു പറഞ്ഞ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളിൽ കൃത്യമായിട്ട് അവരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ആരാണ് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇസ്റാഉ തുടങ്ങി മിഅ്റാജും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ ആടിന്റെ കുറുകിൽ വിഷം കൊണ്ടുവന്ന് തേച്ചു കൊടുത്തപ്പോ ആ കുറുക് നബി തങ്ങളോട് സംസാരിച്ചതും ഏറ്റവും വലിയതായിട്ട് മറ്റൊരു, അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്തതും ഭക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകിയപ്പോഴും താൻ കുറഞ്ഞ രീതിയിൽ മാത്രം ഭക്ഷിച്ചുകൊണ്ട് നബി തങ്ങൾ ഒതുങ്ങി നിന്നതും അവിടെയുള്ള മരങ്ങളും കല്ലുകളും ഒക്കെ നബി തങ്ങളോട് സംസാരിച്ചിരുന്നതുമൊക്കെ പ്രവാചകത്വത്തിനുള്ള തെളിവുകളുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് കൃത്യമായി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ടാകും.
അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളെ കൃത്യമായി പിൻപറ്റിക്കൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള കപട വിശ്വാസങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് സംവദിച്ചിട്ടുള്ളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.